ജസ്റ്റ് ഒരു അപ്ഡേഷൻ വീഡിയോ അനൗൺസ് ചെയ്യാനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ലാസ്റ്റ് വീക്ക് നമ്മൾ ചെയ്തിരുന്നു ആ ഒരു ടിഷ്യൂ പാറ്റേണിൽ സൂപ്പർ നെറ്റ് കോട്ടയും ടിഷ്യൂ കൂടി ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആയിരുന്നു. അതിൽ നല്ല പാറ്റേണിൽ എംബ്രോയിഡറി വർക്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആയിരുന്നു. സാരീസ് റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു അപ്ഡേഷൻ വീഡിയോ ആണ്. ഞാൻ കളേഴ്സ് കാണിക്കും. ജസ്റ്റ് ഒരു റാൻഡം കളേഴ്സ് ഞാൻ കാണിക്കാം കേട്ടോ. ഫസ്റ്റ് ഇത്രയും കളേഴ്സിലാണ്, നല്ല ഡിഫറെന്റ് ഡിസൈൻസിൽ ഇത്രയും കളേഴ്സിലാണ് സാരി വന്നിരിക്കുന്നത്. അതും നല്ലൊരു സോഫ്റ്റ് കളർ പാലറ്റിലാണ് എല്ലാ സാരീസും വന്നിരിക്കുന്നത്. ഫാബ്രിക് വൈസ് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സൂപ്പർ നെറ്റ് കോട്ടയും ടിഷ്യൂ കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഫസ്റ്റ് വൺ നല്ലൊരു ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ബേബി പിങ്കിൽ ആ ഒരു സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ ലോവർ ഏരിയ വരുമ്പോൾ ഫ്ലോറൽ പാറ്റേണിൽ തന്നെ ആയിരിക്കും ആ ഒരു മോട്ടീവ്സ് വരിക. ബോഡിയിൽ കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിലായിരിക്കും. ഇതാണ് സാരി ആ ഒരു ലുക്ക് ഇങ്ങനെ വരും. ഫുൾ സാരിയിലും ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് ആയിരിക്കും വരുന്നത്. ബോർഡർ വരുമ്പോൾ ഒരു റിബൺ ബോർഡർ ആണ്, സിമ്പിൾ ബോർഡർ വന്നിട്ട് ത്രൂ ഔട്ട് ദ സാരി ഇതേ പാറ്റേൺ തന്നെ. അതിന് ലോവർ ഏരിയയിൽ വരുമ്പം ഈ ഒരു സ്റ്റൈലിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. നല്ലൊരു മൾട്ടി കളറിൽ ഒരു എംബോസ്ഡ് പാറ്റേണുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും അതിന്റെ തന്നെ ഒരു ലീഫ് പാറ്റേൺസ് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. ആ ഒരു സൂപ്പർ നെറ്റ് കോട്ടയാണ്, ചെക്ക് കോട്ടയാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെക്ക് വ്യൂ പാറ്റേണിലായിരിക്കും സാരിയുടെ ആ ടെക്സ്ചർ വരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റുന്ന സാരി ആയിട്ട്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നല്ലൊരു പ്ലസ് ആൻഡ് ബേബി പിങ്ക് ആണ് ഫസ്റ്റ് സാരിയുടെ കളർ വരുന്നത്. നമ്മൾ ഉടുക്കുകയാണെങ്കിലും നല്ലൊരു ഫ്ലോയി ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക് ആണ്. അങ്ങനെ സ്റ്റിഫ്നെസ് ഒന്നുമില്ല മെറ്റീരിയലിന്. ഇതായിരിക്കും ആ ഒരു പാറ്റേൺ വരിക. മുന്താനിയുടെ എൻഡിൽ വരുമ്പം ആ ഒരു ജെറിയൂവൻ ലൈൻസ് ആണ്, സിമ്പിൾ ഒരു ജെറി ലൈൻസ് വന്നിട്ട് റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട് സാരിക്ക്. ബ്ലൗസ് വരുന്ന പ്ലെയിൻ ആയിരിക്കും. അതേ ആ ഒരു സെൽഫ് കളറിൽ തന്നെയുള്ള പ്ലെയിൻ ബ്ലൗസസ് ആയിരിക്കും വരുന്നത്. ഇതാണ് ഫസ്റ്റ് സാരി. ഞാൻ ഒരു കാര്യം കൂടി കാണിക്കാൻ വിട്ടുപോയി. ഇതിന്റെ പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും പ്ലീറ്റ്സ് വരുന്നത്. ഒരു കളർഫുൾ പാറ്റേണിലാണ്. മുന്താണിയിൽ പ്ലീറ്റ്സിൽ വരുമ്പം ഈ ഒരു പിങ്ക് ആൻഡ് പീച്ച് ടോണിലാണ് ലീഫ് ഡിസൈൻസ് വരുന്നത്, എംബ്രോയിഡറി വർക്ക്. അത് കഴിഞ്ഞ് ആ ചെസ്റ്റ് പോർഷൻ വരുമ്പം ഓഫ് വൈറ്റ് ത്രെഡിലായിരിക്കും, ഒരു ക്രീമിഷ് വൈറ്റിലായിരിക്കും ചെസ്റ്റ് പോർഷനിൽ ആ ഒരു വർക്ക് വരുന്നത്. പ്ലീറ്റ്സ് വരുമ്പോൾ നല്ലൊരു കളേഴ്സിൽ ആ ഒരു ലോവർ ഏരിയയിൽ വരുന്ന ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു കളറിലുള്ള വർക്കാണ് പ്ലീറ്റ്സിൽ വരുന്നത്. ഇങ്ങനെ വരും പ്ലീറ്റ്സ്. ഇനി ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് കാണിക്കും. സെക്കൻഡ് കളറാണ് വന്നിരിക്കുന്നത്. നല്ലൊരു സീ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ്, ഒരു സേജ് ഗ്രീൻ ആണ് സാരി വന്നിരിക്കുന്നത്. സെയിം അതേ പാറ്റേൺ സെയിം തന്നെ കേട്ടോ. ഇത് ലോവർ ബോർഡർ വരുമ്പോൾ ഇതേ ഡിസൈൻ വരും. ഞാനിപ്പോൾ സാരി ഫ്രണ്ടിലോട്ട് എടുത്തിരിക്കുകയാണ്. ഇത് ലോവർ പോർഷൻ ആണ്. മുകൾ ഭാഗം വരുന്നത് ഈ ഒരു പാറ്റേൺ ആയിരിക്കും. സെയിം സ്റ്റൈൽ ബ്ലൗസ് ആൻഡ് പല്ലു. സെയിം വർക്ക് തന്നെ വന്നിരിക്കുന്നത്. ഇതിന് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം സെയിം പാറ്റേൺ. ബോഡി കംപ്ലീറ്റ് ഇതേ സ്റ്റൈലിൽ വന്നിട്ട് ഷോർട്ട് മുന്താണിയാണ് സാരിക്ക് വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. കറക്റ്റ് ഒരു കളർ പറയാനില്ല കേട്ടോ. ഇതും ഒരു ബ്ലെൻഡഡ് ടോണിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്, ലാവൻഡർ ടോൺ വന്നിട്ടുണ്ട്, ഒരു ഗ്രേ വന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഒരു നല്ലൊരു ബ്ലെൻഡിലാണ് സാരിയുടെ ആ ഒരു ബേസ് കളർ വരുന്നത്. വർക്ക് എല്ലാം സെയിം പാറ്റേൺ, അതേ ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും. ഓവർ ബോർഡർ വന്നിട്ട് ബോഡി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിൽ വരുന്നുണ്ട് വിത്ത് റണ്ണിങ് പല്ലു. നെക്സ്റ്റ് കളർ നല്ലൊരു പീച്ചാണ്, ഒരു പേസ്റ്റൽ പീച്ചാണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിലായിരിക്കും. ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം സെയിം സ്റ്റൈൽ വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി പാറ്റേൺ മാറിയിട്ടുണ്ട്, ഡിസൈൻ മാറിയിട്ടുണ്ട്. കളർ പറയുകയാണെങ്കിൽ പൗഡർ ബ്ലൂ ആണ് സാരിയുടെ കളർ വന്നിരിക്കുന്നത്. അതിലൊരു സിൽവറിലുള്ള ബോർഡർ ആണ് അപ്പർ പോർഷനിൽ വരുന്നത്. അത് കഴിഞ്ഞ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആണ്. ബോഡി കംപ്ലീറ്റ് ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട് സാരിയിൽ. ലോവർ ബോർഡർ വരുമ്പോൾ ഡബിൾ ബോർഡർ സ്റ്റൈലിലാണ് വരുന്നത്. സിൽവർ ബോർഡർ വരുന്നുണ്ട്. ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്, എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതാണ് ആ ഒരു പാറ്റേൺ. ആ ഒരു ബോഡിയിൽ വരുമ്പോൾ ഈ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ലോവർ ഏരിയ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു വർക്ക് വരിക. മുന്താണി ഗോൾഡൻ സിൽവർ സെറിയിൽ തന്നെയാണ് സാരിയുടെ പല്ലു വരുന്നത്. ഈ ഒരു പാറ്റേൺ ആണ്. ബ്ലൗസും സിൽവർ സെറിയിൽ തന്നെയുള്ള സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നല്ലൊരു പൗഡർ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് കേട്ടോ. വളരെ അഫോർഡബിൾ ആയിട്ട് വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ സാരീസും തന്നെ. നെക്സ്റ്റ് കളർ നല്ലൊരു ലാവൻഡർ പിങ്ക് ആണ്. ലാവൻഡറും ബേബി പിങ്കും കൂടി ചേർന്ന് വരുന്ന നല്ലൊരു ഷെയ്ഡാണ് സാരി വന്നിരിക്കുന്നത്. വർക്ക് എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിലാണ് ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വന്നിട്ട്. ആ ലോവർ ബോർഡർ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരിക. സിൽവറിലുള്ള ബോർഡർ ആണ് സാരിക്ക്. അപ്പറും ലോവറും വരുന്നത് സിൽവർ ബോർഡർ ആയിരിക്കും. ആ ഒരു മുന്താണി ആ സിൽവർ സെറിയിൽ തന്നെ ആയിരിക്കും സാരിയുടെ പല്ലു വന്നിട്ട്. സിൽവർ സെറിയിൽ തന്നെ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് റണ്ണിങ് ബ്ലൗസും വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരും സാരി. നെക്സ്റ്റ് കളർ നല്ലൊരു ഷെയ്ഡായിട്ട് ഒരു സട്ടിലായിട്ട് നിൽക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ്. ഒരു പെയിൽ ഗ്രീൻ ആണ് സാരി വരുന്നത്. പെയിൽ ഗ്രീനിലും സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിലാണ് ആ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് വിത്ത് സിമ്പിൾ ബോർഡർ. ബോഡിയിലും അതേ മോട്ടീവ്സ് തന്നെ വരുന്നുണ്ട് സാരിക്ക്. പല്ലു ആൻഡ് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു പേസ്റ്റൽ പീച്ച് ആണ് സാരി വന്നിരിക്കുന്നത്. പീച്ചിലും സെയിം പാറ്റേൺ, ആ ഒരു എംബ്രോയിഡറി വർക്ക് എല്ലാം സെയിം സ്റ്റൈൽ തന്നെ വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു പെയിൽ റോസ് ഗോൾഡ് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ അതേ പാറ്റേണിലാണ്. ആ ഒരു ലോവർ ഏരിയയിൽ ഫുൾ ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരും. ഡബിൾ സൈഡ് ബോർഡർ,
ഫ്ലോറൽ മോട്ടീവ്സ് വിത്ത് പല്ലു. അടുത്ത കളർ വീണ്ടും ഒരു ലാവൻഡർ ബ്ലെൻഡഡ് ബേബി പിങ്ക് ആണ് സാരി വന്നിരിക്കുന്നത്. ഡിസൈൻ മാറിയിട്ടുണ്ട് കേട്ടോ. ഒരു ത്രെഡ് വൂവൺ പാറ്റേണിൽ ഫ്ലോറൽ ഡിസൈൻസിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇതിലും നല്ലൊരു പാറ്റേണിലാണ് ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത് സാരിയിൽ. ബോഡിയിൽ ഈ ഒരു സ്റ്റൈലിൽ ഒരു പേൾ ക്രീമിലുള്ള മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസിലും ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വന്നിട്ട്. ഈ ഒരു സ്റ്റൈലാണ് ലോവർ ഏരിയയിൽ ബോർഡർ വരുന്നത്. ഇതാണ് ബോഡിയിലുള്ള പാറ്റേൺ. വളരെ ടൈനി മോട്ടീവ്സ് വരുന്നുണ്ട്. പേൾ ക്രീമിലുള്ള ഈ ഒരു പാറ്റേണിലുള്ള മോട്ടീവ്സ് വന്നിട്ട് ആ ഒരു എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട്. നല്ലൊരു സർക്കുലർ പാറ്റേണിൽ ഈ ഒരു പാറ്റേണിൽ സർക്കുലർ പാറ്റേണിലുള്ള ഒരു മോട്ടീവ് ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും വരുന്നത്. ലോ ബോർഡർ കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിൽ വന്നിട്ട് ഒരു സിൽവർ സെറിയിലുള്ള ബോർഡർ ആയിരിക്കും വരുന്ന സാരി. സിൽവർ സെറിയിൽ തന്നെയുള്ള ലൈൻ പാറ്റേണിലാണ് സാരിയുടെ മുന്താണി വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസിലും ആ സിൽവർ സെറി ലൈൻസ് ആണ്, സ്ട്രൈപ്പ് ഡിസൈൻസിലാണ്. പ്ലെയിൻ അല്ല ബ്ലൗസ് വരുന്നത് കേട്ടോ, ലൈൻസിലാണ് ബ്ലൗസ് വരുന്നത്. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു ഇന്ന് വന്നത്. ഇത് ലാസ്റ്റ് സാരി കേട്ടോ. വർക്ക് സെയിം തന്നെ. ഇതിന് മുൻപ് കാണിച്ച ലാവൻഡർ പിങ്ക് ഉണ്ടല്ലോ, അതിന് തന്നെ കളർ ചേഞ്ചിൽ വന്നിരിക്കുന്ന പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ കളർ. അതേ പാറ്റേണിൽ ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും എൻ്റയർ ബോഡി വന്നിട്ട്. ലോവർ ബോർഡർ വരുമ്പോൾ ഫ്ലോറൽ ഡിസൈൻസ് വരുന്ന അതേ സർക്കുലർ മോട്ടീവ്സിൽ തന്നെയായിരിക്കും. സർക്കുലർ പാറ്റേണിലും ഫ്ലോറൽ ഡിസൈൻസിലും ആയിരിക്കും ഒരു മോട്ടീവ്സ് വരുന്നത്. ഇതാണ് ബോഡിയിൽ കംപ്ലീറ്റ് ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. സെയിം സ്റ്റൈൽ പല്ലു സിൽവർ സെറിയിൽ തന്നെ ആയിരിക്കും. സാരിയുടെ മുന്താണി വന്നിട്ട് സിൽവർ സെറിയിൽ തന്നെ ലൈൻസ് ആണ്. തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്.